Hello my dear friends, welcome back to my channel. Let's make food simple. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ഐറ്റം ആണ് ചിക്കൻ ലോലിപോപ്പ്. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ സ്റ്റാർട്ടർ സെക്ഷനിൽ നോക്കുമ്പോൾ മെനു കാർഡിൽ കാണുന്ന ഒരു ഐറ്റമാണ് ചിക്കൻ ലോലിപോപ്പ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഓളും കൊടുത്തേക്കണം. അപ്പോൾ നമുക്ക് ഡിഷിലോട്ട് കിടക്കാം. ചിക്കൻ ലോലിപോപ്പ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഒരു 1/2 കപ്പ് മിൻസ് ചെയ്ത ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചിക്കൻ വെറുതെ മിക്സിയിലൊന്നിട്ട് അടിച്ചെടുത്താൽ മതി. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് കൊത്തി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില, ഇനി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മുട്ട ഞാൻ നേരത്തെ അടിച്ചു വെച്ചായിരുന്നു, അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള എരിവൊക്കെ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം എരിവിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി ലാസ്റ്റായിട്ട് 2 കാര്യങ്ങൾ നമുക്ക് ചേർക്കണം. അതായത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിനാവശ്യമുള്ള ഉപ്പൊക്കെ നമുക്ക് നോക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു 1/2 മണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിലൊക്കെ അത്യാവശ്യം മസാല പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് ചെറിയ ഉരുണ്ടകളാക്കിയെടുത്ത് നമ്മൾ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതായത് ഇത് വെറുതെ ബ്രെഡ് ഞാൻ പൊടിച്ച് വെച്ചതാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുണ്ടകൾ പൊതിഞ്ഞെടുക്കണം. കണ്ടോ, ഇതുപോലെ ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുണ്ടകൾ ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം. ഇത് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടത്. ഇനി ഞാനിതൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഏത് എണ്ണയാണ് ഇഷ്ടം അത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി കോരി മാറ്റാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കോരി എടുക്കുന്നത്. ഇനി ചിക്കൻ ലോലിപോപ്പ് ആക്കാൻ നമ്മൾ അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചെയ്താൽ മതി. അതായത് ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുണ്ടയിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ ചിക്കൻ ലോലിപോപ്സ് എല്ലാം ഞാൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊരു സൂപ്പറായിട്ടുള്ളൊരു സ്റ്റാർട്ടർ ഐറ്റമാണ്. ഇതിൽ ഞാൻ അത്യാവശ്യം എരിവ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവെല്ലാം നമുക്ക് മാറ്റം വരുത്താം. അപ്പോൾ ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നവരെ സൈൻ ഓഫ് ഫ്രം Swapna.